നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പടയൊരുക്കം. തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് കണ്ണൂർ ജില്ലയിലെ ദയനീയ പരാജയമെന്ന് അണികൾ പറയുന്നു. ഗോവിന്ദനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ കേരളത്തിൽ CPM തിരികെ വരില്ലെന്നാണ് പരക്കെ ഉയരുന്ന നിലപാട്. MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടാണ് ജില്ലാ സെക്രട്ടറിയേറ്റിനുള്ളത്. തളിപ്പറമ്പ് സീറ്റിൽ ശ്യാമള മത്സരിക്കണമെന്നും അവിടെ സുകന്യയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ സെക്രട്ടറിയുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഗോവിന്ദൻ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത്. ആന്തൂർ സാജന്റെ ആത്മഹത്യ ഉൾപ്പെടെ ആരോപണങ്ങളിൽ നിൽക്കുന്ന ശ്യാമളയ്ക്ക് ജനപിന്തുണ ഇല്ലെന്നും ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം MV ഗോവിന്ദൻ ചെവികൊണ്ടില്ല. പിണറായി വിജയന്റെ മൗന സമ്മതവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. P ജയരാജൻ, MV ജയരാജൻ, EP ജയരാജൻ എന്നീ മൂന്ന് നേതാക്കൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം ഇല്ലാതാവുക മാത്രമല്ല, ഇവർ ഒരേ നിലപാടിലേക്ക് വന്ന് MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് നിലപാട്. കണ്ണൂരിൽ പിണറായി വിജയനേക്കാൾ ജനപ്രീതി കിട്ടുന്നു എന്നതിന്റെ പേരിൽ P ജയരാജനെ പാർട്ടി ഒതുക്കിയതിനെതിരെയും ഇപ്പോൾ പരക്കെ വിമർശനം ഉയരുകയാണ്. തളിപ്പറമ്പിൽ ശ്യാമളയുടെ പ്രചാരണത്തിന് P ജയരാജൻ MV ഗോവിന്ദൻ അയച്ചെങ്കിലും ഒരു ദിവസം മാത്രമാണ് ജയരാജൻ പ്രചാരണം നടത്തിയത്. ശ്യാമള ദയനീയമായി തളിപ്പറമ്പിൽ തോൽക്കുമെന്ന് ജയരാജൻ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. കണ്ണൂരിൽ പാർട്ടിയുടെ തോൽവിക്ക് പിന്നിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനും വലിയ പങ്കുണ്ടെന്നും രാഗേഷിനെ മാറ്റി വീണ്ടും P ജയരാജനെ ജില്ലാ സെക്രട്ടറി ണമെന്നുമാണ് കണ്ണൂർ പാർട്ടിയിൽ ഉയരുന്ന വികാരം. പിണറായി വിജയന്റെ ഏകാധിപത്യ നിലപാടിന്റെ തുടർച്ചയാണ് പ്രതിപക്ഷ നേതാവായി തുടരാനുള്ള നീക്കമെന്നും ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുമാണ് പൊതു അഭിപ്രായം. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാഥമിക വീഴ്ച കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൻ്റെതാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും സംസ്ഥാന സെക്രട്ടറിക്ക് നേതൃത്വത്തിന് കൈകഴുകാനായിട്ടില്ല. ശ്യാമളയുടെ പേരുള്ള പാനൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചപ്പോഴുണ്ടായ രൂക്ഷമായ എതിർപ്പ് യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്തില്ല. ഇത് MV ഗോവിന്ദന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു എന്നാണ് ആരോപണം. പിണറായി വിജയനും ഇക്കാര്യത്തിൽ ബോധപൂർവമായ മൗനം പാലിക്കുകയും ചെയ്തുവെന്ന ആരോപണവും രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. വിയോജിപ്പും വിമർശനവും സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കാമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വ്യക്തമാക്കിയ ശേഷമാണ് വാക്ക് തിരിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ നിർണായക യോഗങ്ങളിലും പങ്കെടുത്തിരുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥി പാനൽ അവതരിപ്പിക്കുന്ന യോഗത്തിൽ മാത്രം പങ്കെടുത്തില്ല. പാർട്ടി സെക്രട്ടറിയോട് ആലോചിക്കാതെ ഭാര്യയുടെ പേര് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥി പാനലിൽ ഉൾപ്പെടുത്തുമെന്ന് ആരും കരുതുന്നില്ല. ജില്ലയിലെ ഏക വനിതാ സ്ഥാനാർത്ഥി ഇത്തവണ തളിപ്പറമ്പിലായിരിക്കുമെന്ന ആമുഖത്തോടെയാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പാനൽ അവതരിപ്പിച്ചത്. പേരിനോട് സെക്രട്ടറി മറ്റൊരാളും ഒഴികെ എല്ലാവരും വിയോജിച്ചു. ഇതാണ് രാഗേഷിനെതിരെ അണികൾ തിരിയാൻ കാരണമായത്. വനിത വേണമെങ്കിൽ സുകന്യ ആയിക്കൂടെ എന്ന ചോദ്യം പലരും ഉയർത്തി. തളിപ്പറമ്പിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച TK ഗോവിന്ദൻ ശ്യാമളയുടെ പേര് അംഗീകരിക്കുകയാണെങ്കിൽ തന്റെ വിയോജനക്കുറിപ്പോടെ വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു. MV ജയരാജൻ, EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ എന്നിവരാണ് സംസ്ഥാന സെക്രട്ടറിയെ പ്രതിനിധീകരിച്ച് അന്ന് പങ്കെടുത്തത്. സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ ഉയർന്ന ചർച്ചയെന്ന് മുകളിലേക്ക് എത്തിയില്ല. തളിപ്പറമ്പിൽ പകരം ഉയർന്ന സുകന്യയുടെ പേര് പരിഗണിച്ചില്ല. ശ്യാമളയുടെ പേര് ചർച്ച കൂടാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. പാനൽ അവതരിപ്പിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന MV ഗോവിന്ദൻ ശ്യാമളയുടെ പേര് അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന ജില്ലാ കമ്മിറ്റിയിലും തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയിലും പങ്കെടുത്തു. MV ഗോവിന്ദൻ ഭാര്യ ശ്യാമളയ്ക്ക് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുത്തു എന്നാണ് പാർട്ടിയിലെ വിമർശനം. ശ്യാമളയ്ക്ക് പകരം തളിപ്പറമ്പിൽ KK ശൈലജയെ നിർത്തിയിരുന്നുവെങ്കിൽ ഇത്ര ദയനീയ പരാജയം ഉണ്ടാകില്ലെന്നാണ് നിലവിൽ പാർട്ടിയുടെ വിലയിരുത്തൽ.